ഇവർക്കെല്ലാം എങ്ങനെ മനസ്സിലായി ഈ വോയിസ് കൾച്ചറിങ് പഠിച്ചിട്ടാണോ ദാസൻ ചിത്രിച്ച് അയച്ച? അല്ല അവർക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ്. ഈ എക്സ്പീരിയൻസ് ഇന്ന് ആരും കിട്ടില്ല. കാരണം ഇവരെല്ലാം ഒരു സിംഗർ പാടിയെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരു പുതിയ സിംഗർ വന്നാൽ സാർ ഇന്ന് പണി ഇന്ന് കാണാൻ പറ്റും, ഇന്ന് കാണാം, സ്റ്റുഡിയോ കാണാം. ഇന്ന് ഒരുപാട് പ്രൈവറ്റ് ആയിട്ടാണ് റെക്കോർഡിങ് കിടക്കുന്നത്. ഒരു സൗണ്ട് എഞ്ചിനും മ്യൂസിക് ആയിട്ട് അല്ലാതെ ഉണ്ടെങ്കിൽ ചോദിക്കും, സിംഗർ ചോദിക്കും അത് ആരാ നിൽക്കുന്നത് അവിടെ ചോദിക്കും, ഒന്ന് പുറത്തേക്കാൻ പറ്റും. അങ്ങനത്തെ പ്രൈവറ്റ് ജോളി ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഡിസ്കംഫർട്ട് തോന്നും തേർഡ് പേഴ്സൺ നിൽക്കുമ്പോൾ. ഇന്ന് ആസ്പിരന്റ് സിംഗേഴ്സിന് ഒരു സിംഗർ പാടി കേൾക്കാൻ പറ്റില്ല. അതൊരു എക്സ്പീരിയൻസ് അല്ലേ? അതൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ടിപ്പു എന്ന് സിംഗർ അല്ലേ, തമിഴ് ടിപ്പു വന്ന് ആക്ച്വലി ആ സമയത്ത് സിംഗർ ആവുന്ന മുമ്പ് എന്റെ സ്റ്റുഡിയോയിൽ തന്നെയായിരുന്നു. അവന് സിംഗർ ആണെന്ന് ഭയങ്കര ക്രേസ് ആണ്. പക്ഷെ അവൻ എന്റെ സ്റ്റുഡിയോയിൽ അസിസ്റ്റന്റ് പോലെയാണ്. രാവിലെ സ്റ്റുഡിയോ തുറന്നാൽ രാത്രി അടയ്ക്കുന്നവരെ ഈ കൊല്ലം വെളിയിൽ പോടാൻ സ്റ്റുഡിയോ 3 പറഞ്ഞെങ്കിൽ പുള്ളി ഉണ്ടാവും. അപ്പൊ പുള്ളിക്ക് ആ ദിവസം നടക്കുന്ന റെക്കോർഡിംഗ് പ്രോസസ് കംപ്ലീറ്റ് കാണാൻ പറ്റും. അത് അവന് സിംഗർ ആവുന്ന സമയത്ത് ഭയങ്കര ഹെൽപ്പ് ആയിട്ടുണ്ട്.